ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ധനവാന് സ്വർഗരാജ്യം ലഭിക്കുമോ? ധനമുണ്ടെങ്കിൽ സ്വർഗരാജ്യം തടസ്സമാണോ? നമുക്ക് ദൈവവചനത്തിലൂടെ ഒന്ന് പോകാം. യേശു ധനത്തെ വിളിക്കുന്നത് മാമോൻ എന്നാണ്. മാമോൻ എന്ന് പറഞ്ഞാൽ ദ്രവ്യം, പണം എന്നതിൻ്റെയൊക്കെ ഹീബ്രു പദമാണ് മാമോൻ. യേശു പഠിപ്പിക്കുന്നത് മാമോനെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് യേശു പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്? നീതിയാണോ? അതിനെപ്പറ്റി നമുക്ക് തുടർന്നങ്ങോട്ട് പോകാം. യേശു പറഞ്ഞു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാൻ, ദൈവരാജ്യം നിങ്ങളുടേത് ആണ് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു. ദൈവരാജ്യം ദരിദ്രരുടെ ആണ്. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം കർത്താവ് അപ്രകാരമാണ് നമുക്ക് വചനത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. യേശു സമ്പത്ത് ഒരിക്കലും ദൈവികമായി കരുതിയിരുന്നില്ല. യേശുവിൻ്റെ ലൈഫ് ടൈമിൽ, ജീവിതത്തിൽ യേശു കൈകൊണ്ട് പണം തൊട്ടിട്ടില്ല എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതിനെ അധാർമിക സമ്പത്ത് എന്നാണ് യേശു വിളിച്ചിരുന്നത്. അപ്പൊ അധാർമിക സമ്പത്ത് ആയതുകൊണ്ട് ദൈവം വചനം പറയുന്നതാണ്, സമ്പത്തുണ്ടാക്കാൻ ജനം എല്ലാ നീതികേടും ചെയ്യുന്നത് കൊണ്ടാണ് യേശു അധാർമിക സമ്പത്ത് എന്ന് അതിനെ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ എപ്രകാരമാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്? നമുക്ക് വായിക്കുമ്പോൾ യേശു സമ്പത്തിനെ ദൈവികമായി കരുതിയിരുന്നില്ല. കാരണം സമ്പത്ത് എല്ലാം അധാർമികമായിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്താണ് അധാർമികം? മനുഷ്യൻ പണത്തിന് വേണ്ടി കൊലപാതകം, മോഷണം, വഞ്ചന, ചതി, ഇതിലൂടെയൊക്കെയാണ് ഈ അധാർമിക സമ്പത്ത് നേടുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആദിമസഭയിൽ അപ്പോസ്തലന്മാര് സമ്പത്ത് വിറ്റ്, അല്ലെങ്കിൽ തങ്ങളുടെ സ്വത്തുക്കൾ വിറ്റ സമ്പത്ത് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചതും ഈ കാഴ്ചപ്പാടിനാലാണ്. കാരണം ഇതെല്ലാം അധാർമിക സമ്പത്ത് ദൈവസഭയിൽ അവർ കൊണ്ടുവന്നിരുന്നില്ല. ആദിമസഭയിൽ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ശിഷ്യർ തൻ്റെ സമ്പത്തുകൾ കൊണ്ട് സമർപ്പിക്കാൻ കാരണം അത് സമ്പത്ത് കൂട്ടിവെക്കാനോ അത് ശേഖരിക്കാനോ കരുതുവാനോ ഒന്നും അവർ തയ്യാറായിരുന്നില്ല. അതെല്ലാം അവർ ദൈവരാജ്യത്തിൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ആദിമകാലത്ത് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അനന്യാസും സഫീറയും അവർ കൂട്ടിവെച്ച സമ്പത്തിനെ പ്രതി അവർ പാപമുള്ളവരായി മാറിയത്. അവർ സമ്പത്ത് കൂട്ടിവെക്കാൻ ശ്രമിക്കുകയും അത് അവർക്ക് ദൈവത്തെ വിട്ട് മാമോനിലേക്ക് അവർ ശ്രദ്ധ പോവുകയും ചെയ്തിരുന്നു. സ്വത്തുള്ള ഒരു ശിഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചപ്പോൾ അവൻ എല്ലാ കൽപ്പന അനുസരിച്ചു. യേശു പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ എന്നെ അനുഗ്രഹിക്കുക. അവൻ ദുഃഖത്തോടെ മടങ്ങിപ്പോയി എന്ന് തന്നെയാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ധനികനായ ഒരുവൻ ദൈവരാജ്യത്തിന്റെ വേല ചെയ്യാൻ വരുമ്പോൾ യേശുവിന്റെ ഉപദേശം അതാണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ ഒരിക്കലും ഈ വചനത്തിലൂടെ എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോഴെല്ലാം ധനം കയ്യിൽ വെച്ചിട്ട്, ബാങ്ക് ബാലൻസ് വെച്ചിട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങാം എന്നുള്ള ചിന്ത നമ്മൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം നമ്മളെ അതിന് അനുവദിക്കുന്നില്ല എന്ന് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്വത്ത് പാടില്ല എന്നാണോ യേശു പഠിപ്പിക്കുന്നത്? നമുക്ക് ദൈവം അനുഗ്രഹം നൽകത്തില്ലേ? ദൈവം ഉയർത്തത്തില്ലേ? ദൈവം നമ്മളെ നല്ല ജോലി നൽകത്തില്ലേ? നല്ല സാലറി നൽകത്തില്ലേ? നല്ല ബിസിനസ് നൽകത്തില്ലേ? അപ്പൊ ദൈവിക സമ്പത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ലെന്നാണോ പറയുന്നത്? നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വചനം ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അവിടെയും ദൈവം പറയുന്നത് അധാർമിക സമ്പത്ത് എന്ന് വിളിച്ചത് അത് ലോകത്തിൻ്റെ പണം നിങ്ങളിൽ വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലോകത്തിൻ്റെ പണം നിങ്ങളിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നാണ്. പണം വന്നു കഴിഞ്ഞാൽ അത് ശിഷ്യരോട് പറയണം, നിങ്ങൾ അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് സ്നേഹിതരെ നേടുക. ആരാണ് സ്നേഹിതർ? ഒരു കർത്താവിൻ്റെ ശിഷ്യരുടെ സ്നേഹിതർ ദരിദ്രരാണ്, ഇല്ലാത്തവരാണ്, അത് പാവപ്പെട്ടവരാണ്, കണ്ണുനീരും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ്. നിന്റെ പണം, നിനക്ക് കിട്ടുന്ന നന്മ, നിനക്ക് കിട്ടുന്ന അനുഗ്രഹം കൊണ്ട് ആരെയാണ് നേടേണ്ടത്? നീ പാവങ്ങളെ, അല്ലെങ്കിൽ നീ സ്നേഹിതരെ നേടുവാൻ ദൈവം ശിഷ്യരുടെ സ്നേഹിതർ ദരിദ്രരാണെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വേല ആ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ കരുതൽ ആവശ്യമുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ കർത്താവ് പറയുകയാണ്. അതുമാത്രമല്ല, അധാർമിക സമ്പത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഒപ്പം സമ്പത്തും മരിക്കും, അല്ലെങ്കിൽ സമ്പത്തും നശിക്കും. എന്നാൽ നീ നാളെ സമ്പത്ത് ഉണ്ടാക്കി വെച്ചത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടും ദൈവ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നതെങ്കിൽ നാളെ നിത്യതയിൽ എത്തുമ്പോൾ നിന്റെ പണത്താൽ നീ നൽകിയ ചാരിറ്റി, നിന്റെ ദശാംശം
ഉപയോഗിച്ച് ഏതെങ്കിലും ദൈവമക്കൾ അനുഗ്രഹം പ്രാപിച്ചിട്ടെങ്കിൽ നിത്യകൂടാരത്തിൽ ദൈവസന്നിധിയിൽ യേശുവിനോട് അവർ പറയും, കർത്താവേ, ഇദ്ദേഹത്തിൻ്റെ സഹായം, ഇദ്ദേഹത്തിൻ്റെ കരുതൽ എനിക്ക് അന്നത്തെ സമയത്ത് ആവശ്യമായിരുന്നു. അത് നിനക്കൊരു അനുഗ്രഹവും ഒരു പ്രാർത്ഥനയായി മാറും. അപ്പം നമ്മുടെ സമ്പത്ത് എപ്രകാരം ഉപയോഗിക്കേണ്ടത്? അത് ദൈവരാജ്യത്തിന് വേണ്ടി. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ നേടുവാൻ യേശു തന്നെയാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിൽ അത് നിങ്ങൾക്ക് അവരുടെ പ്രാർത്ഥനകൾ അനുഗ്രഹമായി മാറുമെന്ന് ദൈവവചനം പറയുകയാണ്. സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് ആത്മീയതയുടെ മറവിൽ സമ്പത്തുകൾ ഉണ്ടാക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ പല രീതിയിലും നേരായ മാർഗത്തിലല്ലാതെ പണം ശേഖരിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഈ വചനപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത് ദൈവരാജ്യത്തിലെ നീതിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ സ്വർഗത്തിൽ പോകാൻ സാധിക്കും? നിനക്ക് ജോലിയുണ്ട്, പണവും വരുന്നുണ്ട്, അപ്പോൾ ഇത് സാധിക്കത്തില്ലേ? ദൈവം പറയുകയാണ്, നമുക്ക് ദൈവവചനം നമ്മളെ പഠിപ്പിച്ചു നമ്മൾ എപ്രകാരമായിരിക്കണം എന്നുള്ളത്. സ്നേഹിതരെ നേടാൻ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, എന്നാൽ ഇത് ആർക്ക് സാധ്യം? ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണെന്ന് യേശു പറയുമ്പോൾ ശിഷ്യന്മാരൊക്കെ, യേശുവേ, അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ സാധിക്കും? സ്വർഗരാജ്യത്തിൽ കടക്കാൻ എങ്ങനെ സാധിക്കും? യേശു പറയുന്ന വചനം ഇതാണ്. സ്തോത്ര, ഹല്ലേലൂയ. യേശു പറയുന്നു, ദൈവത്തിന് ഇത് അസാധ്യം എന്നാണ്, മനുഷ്യന് ഇത് അസാധ്യം. യേശുവിനോട് ചോദിക്കും, കർത്താവേ, അങ്ങനെയെങ്കിൽ ആർക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ സാധിക്കും? യേശു പറയുന്നു, മനുഷ്യന് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യം. അതുപോലെ നമുക്ക് വിശുദ്ധന്മാരെ നോക്കിയാൽ, വിശുദ്ധ സെന്റ് ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ഫ്രാൻസിസ്, ഇവരെല്ലാം വലിയ ധനമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന, എന്നാൽ തങ്ങളുടെ ധനമെല്ലാം അവർ ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞു. തങ്ങളുടെ സ്വത്തും ആസ്തിയെല്ലാം ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് അവർക്ക് ഏറ്റവും വലിയ സമ്പത്ത് യേശുവിനെ അവർ കരുതി. യേശുവിനെ അവർ സ്വീകരിച്ചതോടെ ലോകത്തിൻ്റെ ധനങ്ങളെ, മാമോനെ, അല്ലെങ്കിൽ ഈ അധാർമിക സമ്പത്തിനെ വെറുത്തുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിയ വിശുദ്ധരെ നമുക്ക് പാഠമാക്കുമ്പോൾ, സ്വത്തോ പണമോ അതിനേക്കാൾ ഉപരി യേശുവാണ് സർവ്വസമ്പത്ത് എന്ന് കരുതിയ വിശുദ്ധരെ നമുക്ക് ഫോളോ ചെയ്യാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ വഴി നടത്തും.